ഹായ് ഹലോ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ 8 ബുള്ളറ്റ് വള്ളത്തിലാക്കിയതാണല്ലേ നിങ്ങൾ കണ്ടത്. അപ്പൊ ഇന്ന് നമ്മളെ ഊട്ടിയിലെ അവസാന ദിവസമാണ് കേട്ടോ. അപ്പൊ ഊട്ടിയിൽ വന്നാൽ പിന്നെ ചോക്ലേറ്റ് കുറച്ച് കൊണ്ടുപോകാതെ എങ്ങനെ നാട്ടിക്ക് പോകും. നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ചോക്ലേറ്റിന്റെ കടി കയറിക്കാൻ നമുക്ക് ഡ്രസ്സ് വെക്കാൻ പറ്റൂലല്ലോ. തേങ്ങി പറയണേ. ഏതായാലും ലാസ്റ്റ് നമ്മൾ കുറച്ച് കുരുകുരു ചോക്ലേറ്റ് ആണ് മേടിച്ചത്. അതിനുശേഷം നമ്മൾ നേരെ പോയത് മൊട്ടക്കുന്നുമ്മക്കാണ്. എന്റെ ഇപ്പ ഞങ്ങൾ മെയിൻ ആക്കണ്ട കേട്ടോ. ഇപ്പൊ സംഭവം ഷാറൂഖ് ഖാൻ ആവാൻ നോക്കിയതാണ് കേട്ടോ. അങ്ങനെ നാട്ടിക്ക് പോരുന്ന വഴി നമ്മൾ ഒരു കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ കുറച്ച് ചോളം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഐസ്ക്രീം ഒക്കെ തിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോയിൽ കാട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ കാറിൽ കടന്ന് ഉറങ്ങിയിരുന്നു. അതുകൊണ്ട് ഐസ്ക്രീമും കിട്ടി. ഞാൻ ഈ ചോളത്തിന്റെ മണം കേട്ടിക്കാണ്ട് കാറിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണെന്ന് ആരും അറിയരുത്. പിന്നെ ഊട്ടിയിൽ ചുരം കയറുന്ന ടൈം തുടങ്ങിയത് എനിക്ക് കുറച്ച് നൂഡിൽസ് കഴിക്കാൻ പോയി. ആരും എനിക്ക് മേടിച്ചത്. ഇനി അതിന്റെ സങ്കടം തീർക്കാനാണോ അതോ ഐസ്ക്രീം തിന്നതിന്റെ പേരിൽ ഞാൻ കരയാതെക്കാനാണോ എന്ന് അറിയില്ല. ഗൈസ് ചുരം ഇറങ്ങാൻ നേരത്തെ എനിക്ക് കുറച്ച് നൂഡിൽസ് ഒക്കെ മേടിച്ചത്. അതും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള നൂഡിൽസ് ആയിരുന്നു. അതിന്റെ ഇടയിൽ ഇന്റെ പ്ലേറ്റിൽ നൂഡിൽസ് തിന്നണ എന്റെ അനിയനാരും കാണില്ലല്ലോ. ഓർഡർ കൊടുത്തപ്പോൾ എനിക്ക് ചോളം വന്നിട്ട് നൂഡിൽസ് വേണ്ട പറഞ്ഞു. ആൻഡ് ഫൈനലി ഗൈസ് നമ്മൾ നാട്ടിൽ ലാൻഡ് ചെയ്തു. നേരെ ലാൻഡ് ചെയ്തു കുഴിമന്തി കഴിക്കാൻ കയറി. വിശന്നിട്ട ഗൈസ് അല്ലാണ്ട് വേറെ ഒന്നുമല്ല. പിന്നെ വിശക്കാണ്ടാരും തിന്നൂലല്ലോ. ഞാൻ എന്തൊക്കെയാ പറയാം. ഏതായാലും നാട്ടിലെത്തിയ ടൈമിൽ അത്യാവശ്യം എല്ലാ റെസ്റ്റോറന്റും ഹോട്ടലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് കിട്ടിയ കടയാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പ്ലേറ്റ് ഒക്കെ നമ്മൾ കാലിയാക്കി കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.